കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ മഹാദേവൻ എന്ത് ചെയ്യുവാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ആദർശിനെ വേറെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പ്രൊഫസർ പറഞ്ഞു, അതൊരു കാരണവശാലും നടക്കുന്ന കാര്യമില്ല. ഈ സമയത്ത് ആദർശിനെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ആദർശിന് നില ഗുരുതരമാണെന്നല്ലേ പറഞ്ഞേ. മിഥുൻ ഡോക്ടറും പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത്. മിഥുൻ ഡോക്ടർ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നവീനാണ്. അവനും പറയുന്നുണ്ടായിരുന്നു അതെങ്ങനെയാ ശരിയാണ്, ഇവിടുന്ന് കൊണ്ടാൻ പറ്റില്ല. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. പക്ഷെ മഹാദേവൻ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കൊണ്ടോണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന സമയത്ത് ഐസിയുവിനകത്തുനിന്ന് ഗൗരിയും ആ വേണിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. വേണി അച്ഛാന്ന് വിളിച്ചോണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. എന്നിട്ട് അച്ഛൻ എന്തൊട്ട് വർത്താനേ പറയണേ, ഈ സമയത്ത് ആദർശാനെ ഇവിടുന്ന് കൊണ്ടുപോകാനോ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എൻ്റെ ആദർശാനെ തിരികെ വേണം. എൻ്റെ ആദർശാന്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഈ അവസ്ഥയിൽ ആദർശാനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദർശാന് എന്തെങ്കിലും സംഭവിക്കും. ഒരു കാരണവശാലും ഞാൻ അതിന് സമ്മതിക്കില്ല. അച്ഛന് ഈ വേടിയും ജീവനോടെ വേണമെങ്കിൽ ഞാൻ പറയുന്ന അച്ഛൻ അനുസരിക്കുക. ഒരിടത്തേക്കും ആദർശാനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ ആദർശാന് കിട്ടുന്ന നല്ല ചികിത്സ തന്നെയാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വേണി പൊട്ടിക്കരയുവാണ്. മഹാദേവൻ പറഞ്ഞു, മോളെ ഞാൻ പറയുന്നേ അച്ഛനൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛൻ്റെ വിഷമം എന്താന്ന്. പക്ഷെ ഇവിടുന്ന് എങ്ങോട്ട് കൊണ്ടായാലും ഇവിടെ കിട്ടുന്ന ചികിത്സയൊക്കെ തന്നെയല്ലേ കിട്ടുള്ളൂ അച്ഛാ, അതുകൊണ്ട് കൊണ്ടാണെന്ന് പറയാം. ഗൗരിയും വന്നിട്ട് പറഞ്ഞു, ശരിയാ, ആദർശാന്റെ അവസ്ഥയിൽ ആദർശാന്റെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. വേറൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോഴത്തേനും എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ പറയുന്നൊന്നും അനുസരിക്കച്ചാ. അവസാനം മഹാദേവൻ സമ്മതിക്കേണ്ടതായിട്ട് വന്നു. എല്ലാവരുടെയും വാക്കുകൾ അങ്ങനെ കേൾക്കേണ്ടതായിട്ട് വന്നു. പിന്നീട് മിഥുൻ എന്ത് ചെയ്യുക, നേരെ ധ്രുവന്റെ അടുത്തേക്ക് പോവാണ്. മിഥുൻ എന്ന് പറഞ്ഞ് നവീനാണ് പോകുന്നത്. മിഥുനായിട്ട് നവീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഈ കാര്യങ്ങളൊന്നും ഗൗരിക്ക് ശങ്കറിനും അറിയത്തില്ല. അപ്പൊ അവരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് തന്നെ നവീൻ ഇവരുടെ മുന്നിലേക്ക് മിഥുനായിട്ട് പ്രത്യക്ഷപ്പെട്ടെ. അപ്പം മിഥുനാന്നുള്ള രീതിയിൽ ഭാരതിയുടെ വിവാഹം മുടക്കണം, അതും കൂടെ ഒരു ഉദ്ദേശമാണ്. അപ്പൊ അങ്ങനെ നവീന് ധ്രുവന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ധ്രുവന്റെ അടുത്തേക്ക് ധ്രുവൻ എന്തായ കാര്യങ്ങൾ, ഞാൻ ആകെപ്പാടെയൊന്ന് ഭയന്നു. ഇവിടുന്ന് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യാനായിട്ടായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷെ കൃത്യസമയത്ത് തന്നെ വേണി വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നില്ല. ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയണം. ധ്രുവൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവനെ അങ്ങോട്ട് ഇല്ലാതാക്കണം, എന്നിട്ട് കാര്യമുള്ളെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം നവീൻ പറഞ്ഞു, അല്ല എനിക്ക് അങ്ങനെ സ്വഭാവമുണ്ട്, എന്ത് കാര്യമാണ് പിന്നത്തേന്ന് വെച്ചോണ്ടിരിക്കാൻ ഇഷ്ടമില്ല, അപ്പോഴപ്പോഴും കാര്യങ്ങൾ തീർക്കണം. അല്ല ഞങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട് മച്ചാനെ, ഇതെങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും കൂട്ടായത്, ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയണം. പെട്ടെന്ന് ധ്രുവൻ പറഞ്ഞു, അതൊക്കെ ഒരു വലിയ കഥകളൊക്കെ തന്നെയാണ്. ഇപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും പൊതു ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരി ശങ്കറൊക്കെ തന്നെയാണ്. നവീനെ ജീവിതം ഇല്ലാതാക്കിയത് ഗൗരിയാണ്, അതുപോലെ തന്നെ ശങ്കർ കാരണമാണ് ഗൗരീനെ കിട്ടാതെ പോയത് നവീന്. അപ്പം എൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ ആരാന്നറിയാലോ, ആ ശങ്കറും ഗൗരി. അപ്പം ഞങ്ങൾ രണ്ടും കൂടി ഒന്നായി. അതിനെക്കുറിച്ച് കഥകളൊക്കെ വിശദമായിട്ട് പിന്നീട് പറഞ്ഞുതരാം, ഇപ്പം അതിനുള്ള സമയമൊന്നുമല്ല, എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കണമെന്ന് പറയാം. നവീൻ പറഞ്ഞു, അതൊക്കെ എനിക്ക് വിട്ടു തന്നേരെ, ഈ എന്നോട് അവരുടെ കളി, ഞാനാരാന്ന് അവർക്ക് ശരിക്കും അറിയത്തില്ല. ഇപ്പം മിഥുനാന്നുള്ള രീതിയിൽ അവരിയ്ക്കുന്നേ, ആ രീതിയിൽ തന്നെ എന്നോട് സംസാരിച്ചു, ഞാൻ അതിന് ഒപ്പിച്ചു നിന്നിട്ടുണ്ട്. ഇനി അധികം വൈകാതെ തന്നെ അവർ ആ ദുരന്ത വാർത്ത അറിയും. ഈ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു പോലും ആർക്കും സംശയങ്ങളൊന്നും തോന്നില്ല, കാരണം ആദർശിന് ക്രിട്ടിക്കൽ സ്റ്റേജാന്നുള്ള കാര്യം അവർക്കെല്ലാം അറിയാം. അപ്പം അങ്ങനെ സംഭവിച്ചാന്ന് മാത്രമേ കരുതുള്ളൂ, എന്നെ ആരും സംശയിക്കാനും പോകുന്നില്ല. പിന്നീടല്ലേ ഇനി കളി ഞാൻ നടത്താൻ പോകുന്നത്, എൻ്റെ അടുത്താ. ധ്രുവൻ പറഞ്ഞു, എന്നാലും നിന്റെ അഭിനയം കൊള്ളാട്ടോ, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാനുള്ള നിന്റെ ആ ഒരു പ്രത്യേക വൈദഗ്ധ്യം ഉണ്ടോ, അതിന് ഞാൻ നമസ്കരിച്ച് തന്നിരിക്കുന്നു. ധ്രുവൻ പറയണ, ഇനി അധിക സമയം ഇവിടെ കളയാനില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് എല്ലാവരും വല്ലാത്ത സങ്കടത്തിലായിരുന്നു. ശങ്കറാണ് എന്ത് ചെയ്യണമെന്നതിലെ അവസ്ഥ. അപ്പോൾ വേണി ഫുഡൊന്നും കഴിച്ചിട്ട് പോലില്ല, വേണി ഒരേ ഇരിപ്പിരിക്കുക. അപ്പോൾ ശങ്കർ പറഞ്ഞു, വേണിമോള് വാ, ഞാൻ എന്തെങ്കിലും ഫുഡ് വാങ്ങി തരാമെന്നാണ്. വേണ്ട, എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാന്ന്, ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തെങ്കിലും ഫുഡ് പോയി വാങ്ങിച്ചുകൊണ്ട് വരാം, ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, എന്തെങ്കിലും കഴിക്കാൻ പറയണം. വേണ്ടാന്ന് പറഞ്ഞില്ലേ. പക്ഷെ ശങ്കർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ശങ്കർ ഇങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ശേഖർ ആരാണ് അവിടെ വീട്ടിൽ കയറിയത്, രഞ്ജുവിൻ്റെ വീട്ടിൽ കയറിയത് ആരെന്നൊക്കെ അന്വേഷിക്കാനായിട്ട് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് ശങ്കറിൻ്റെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഗൗരീനെ വിളിച്ച് മാറ്റിയിരുത്തിട്ട് പറയുന്നുണ്ട്, അവൻ എന്തിനാ പോലും ഇങ്ങോട്ട് വന്നാൽ മിഥുന് അവനെ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ, ഒരുപക്ഷെ അവൻ്റെ വരവും നിപ്പൊക്കെ അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നില്ലെന്ന് പറയാം. ഗൗരിയോട് ശരിയാ, പക്ഷെ ഈ സമയത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കത്തുള്ളൂ. എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ വീട്ടിലുണ്ടായ പ്രശ്നത്തിന്റെ ബാക്കിയായിട്ട് എല്ലാവരും ചിത്രീകരിക്കുള്ളൂ. ആരതി പോലും നമ്മളെ വിശ്വസിച്ച് വരികയല്ല, അതുകൊണ്ട് ഇപ്പം നമുക്കൊന്നും ചെയ്യണ്ട.
അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം അറിയട്ടെ, എന്നിട്ട് മതി നമുക്ക് മുന്നോട്ട് നീങ്ങാനെന്ന് പറയാം. അങ്ങനെ ശങ്കരോട് ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പുറത്തേക്ക് പോവാണ്. ഈ സമയത്ത് ഗൗരി എല്ലാവരും കൂടെ വന്ന് നിൽക്കുവാണ്. എല്ലാവരുടെ ഉള്ളിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് തങ്കച്ചി പറഞ്ഞു, എന്നാലും വേണിമോള് പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. ആദ്യമേ തന്നെ ആ കുഞ്ഞു വയറ്റിലായപ്പോൾ തന്നെ ഓരോ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മുത്തശ്ശി പറഞ്ഞു, ശരിയാണ്, ആദ്യമേ തന്നെ ഇങ്ങനെ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഒന്നാമത് ആദർശന് ആക്സിഡന്റ് ആയി, രണ്ടാമത് ഇപ്പം ആണ്ടിപ്പിന് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലും. മഹാദേവൻ നിങ്ങൾ എന്തൊക്കെയാ പറയണേ, അങ്ങനെയൊന്നും വിചാരിക്കുക വേണ്ട. പ്രൊഫസറും പറഞ്ഞു, വരാനുള്ള വഴി തങ്ങുള്ളെന്നല്ലേ പറയുന്നത്. ഈ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചൊന്നുമല്ല ചിന്തിക്കേണ്ടത്. ആദർശന്റെ ജീവൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യണ്ടേ. നന്ദിനിയമ്മയാണെങ്കിൽ തനിക്ക് അറിയാവുന്ന ക്ഷേത്രങ്ങളൊക്കെ നേർച്ച ചേർന്നുണ്ട്. അതേപോലെ തന്നെ ഗൗരിയും വേണിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ ഒറ്റയെടുത്ത് കാരണമാണല്ലോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പാവ ആദർശേട്ടൻ ആകുന്നേ പറഞ്ഞാൽ പോകണ്ടാന്ന്, പക്ഷെ താനാണ് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നേ. അതൊക്കെ ഓർത്തം വേണിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുക. എൻ്റെ ഭഗവാനെ, എൻ്റെ വടക്കുന്നാഥ, എൻ്റെ ആദർശേട്ടനെ എങ്ങനെയല്ലേ എനിക്ക് തിരിച്ചു തരണം. എന്ത് വഴിപാട് വേണം ഞാൻ കഴിച്ചോളാം. എനിക്ക് എൻ്റെ ആദർശേട്ടനെ തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് വേണി അവിടെ നിന്ന് കരയാണ്. വേണിയുടെ സങ്കടം കണ്ട് ബാക്കി എല്ലാവർക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് നവീൻ അങ്ങോട്ട് വരുന്നത്. നവീൻ എന്ത് ചെയ്യുവാണ്, നവീൻ പോയിട്ട് ഡോക്ടറുടെ കോട്ടും അതോടൊപ്പം തന്നെ ടെസ്കോപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് വന്നിട്ട് അതിന് ആദ്യം എല്ലാവരും നോക്കി. നവീൻ പറഞ്ഞു, ഞാനൊന്ന് കയറി നോക്കിയിട്ട് വരട്ടെ. അപ്പം എല്ലാവരുടെയും വിചാരം മിഥുൻ ഡോക്ടറാന്നല്ലേ, ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്നല്ലേ പറഞ്ഞത്. ഞാൻ ഒന്ന് പോയി ആദർശനെ കണ്ടിട്ട് വരാം, എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ സമയം നേഴ്സ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നേഴ്സ് പുറത്തു പോയ സമയം നോക്കി തന്നെയാണ് അങ്ങോട്ട് നവീൻ കയറാൻ തുടങ്ങുന്നത്. അങ്ങനെ നവീൻ അതിൻ്റെ അകത്തേക്ക് കയറുവാണ്. ഈ സമയത്ത് പുറത്തു നിന്ന് ഗൗരിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തിനാ പോലും, കാരണം ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് കയറേണ്ട ആവശ്യമില്ല. മിഥുൻ ഡോക്ടർക്ക് ഇവിടെ എന്താ കാര്യം, സർജറി ചെയ്തിരിക്കുന്ന ഹരിദാസ് ഡോക്ടർ. അപ്പം ഇതിനകത്തേക്ക് കയറേണ്ട ആവശ്യമില്ല, പിന്നെ എന്തിനായിരിക്കും മിഥുൻ ഡോക്ടറും ഗരുതികയോടെയുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നവീൻ അതിനകത്തേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് ഇതൊന്നും അറിയത്തില്ലാതെ ആദർശ് കണ്ണടച്ച് കിടക്കുവാണ്. ആദർശിന് ബോധം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നത്. മിഥുൻ സാവകാശം പോയി അടുത്തേക്ക് ഇരിക്കുവാണ്. മിഥുനല്ല, നവീൻ അടുത്തേക്ക് പോയി ഇരിക്കുകയാണ്. നവീൻ അടുത്തേക്ക് പോയിട്ട് ആ ഓക്സിജൻ മാസ്ക് പതുക്കെ ഒന്ന് മാറ്റിയാൽ മാത്രം മതി. ഓക്സിജൻ കിട്ടാതെ അവിടെ കിടന്ന് പറഞ്ഞ ആളങ്ങോട്ട് തീർന്നോളൂ. ആർക്കും പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തോന്നില്ല, പ്രത്യേകിച്ച് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഓക്സിജൻ മാറ്റാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് പുറത്തു നിന്ന് ഗൗരിക്ക് എന്തോ ഒരു പന്തികോട് തോന്നി. എന്തോ അകത്തേക്ക് കയറിപ്പോണ്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു, അല്ല വേണിയോട് പറഞ്ഞു, വേണി ഞാനൊന്ന് അകത്തേക്ക് കയറി പോട്ടെ എന്ന് പറയണം. അല്ല എന്താ ഗൗരി ഇപ്പം എന്തിനാ, എനിക്കെന്തോ ആദർശനെ ഒന്ന് കാണണമെന്ന് ഒരു തോന്നലുണ്ട്, ഞാൻ ഒന്ന് കയറട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കയറുക. കണ്ണ് ഏഴ്സാരുമില്ല, ആകെപ്പാടെ കയറിയേക്കുന്ന മിഥുൻ ഡോക്ടർ മാത്രമാണല്ലോ. അപ്പം അങ്ങനെ പെട്ടെന്ന് ഗൗരി അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും കാണുന്ന കാഴ്ച നവീൻ അതിൻ്റെ അടുത്തിരുന്നിട്ട് ഓക്സിജൻ മാസ്ക് മാറ്റാനായിട്ട് തുടങ്ങുകയാണ്. പെട്ടെന്ന് കഥക് തുറന്ന് ഗൗരി കയറി വരുന്ന കണ്ട് നവീൻ പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാണ്. നവീന് മനസ്സിലായി തൻ്റെ ഉദ്ദേശം ഇപ്പം നടക്കാൻ പോകുന്നില്ല. ഗൗരിക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നവീൻ്റെ പണികളൊക്കെ പാളിപ്പോവാണ്. അപ്പം ഇനി നവീൻ ഇനി പിൻവാങ്ങില്ല, ആദർശം ഇല്ലാതാക്കാൻ തന്നെ ശ്രമിക്കും. പക്ഷെ അതിനു മുമ്പ് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കും. ഗൗരി ശങ്കറും രഞ്ജുവിൻ്റെ അരികെ പോയിട്ട് സത്യങ്ങളൊക്കെ അറിയും, ധ്രുവം മരിച്ചിട്ടില്ല എന്നൊക്കെ. അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നിനി. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.